തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഹലോ സാറേ. ആ സ്വാമി, താൻ റൂമിലെത്തിയില്ലല്ലോ? ഇല്ല. എന്താ? താൻ അത്യാവശ്യമായിട്ട് നമ്മുടെ നിരഞ്ജൻ്റെ ക്ലിനിക്കില്ലേ, അവിടെ വരെ ഒന്ന് പോകണം. അവിടെ എന്താ സാറേ? നിരഞ്ജൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. എടോ, അയാളുടെ അമ്മ അവിടെ അടുത്തല്ലേ താമസിക്കുന്നത്. അവരെ കാണാൻ വന്നതാ. താൻ അയാളെ അറിയാതെ അയാൾക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. രാത്രിയാ എന്തെങ്കിലും സംഭവിച്ചാ ഇങ്ങനെ പേടിക്കണോ സാറേ? എടോ സ്വാമി, കാലം അത്ര നല്ലതല്ല. എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ, താനൊന്ന് ശ്രദ്ധിച്ചോണം. ശ്രദ്ധിച്ചോളാം. ഈയിടെയായിട്ട് എനിക്ക് ധൈര്യം കുറച്ച് കുറവാ സ്വാമി. നിരഞ്ജൻ എന്തെങ്കിലും പറ്റിയ എൻ്റെ മോള്, ഞാനതാ സ്വാമി കണ്ണിൽ എണ്ണയൊഴിച്ച് ഞാൻ അവർക്ക് കാവലിരിക്കുമ്പോൾ നിൽക്കുന്നത്. എനിക്ക് മനസ്സിലാവും സാറേ. സാറ് വിഷമിക്കണ്ട. സാറെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായി ചെയ്തോളാം. ഇതിന് എൻ്റെ മോളെന്നോട് പറഞ്ഞത് എന്താണെന്ന് സ്വാമിക്കറിയോ? ഇത്തരം ഇടപെടലുകൾ ഞാൻ നിർത്തണമെന്ന്. അവൾക്കറിയില്ലല്ലോ ഞാൻ അനുഭവിക്കുന്ന മാനസിക പ്രശ്നം. സ്വാമി, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ. ശരി സാർ. എത്തിയോ? എവിടെയായിരുന്നു ഇത്ര നേരം? ഇതൊക്കെ ചോദിക്കാൻ എനിക്കൊരാളുണ്ടല്ലോ. കേൾക്കാനുള്ള കൊതിയുണ്ട്. ഒന്നുകൂടി ചോദിക്കൂ. ഇപ്പൊ ചോദിച്ചത് സ്വീറ്റ് ആയിട്ട് വേണോ അതോ മധുരം കുറച്ചു മതിയോ? മധുരം കൂടിക്കോട്ടെ, എനിക്ക് പ്രമേഹമൊന്നുമില്ല. എവിടെയായിരുന്നടാ പട്ടി ഇത്ര നേരം? എടാന്നു പട്ടിയുന്നു. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ ആരാണെന്ന് അറിയോടി നിനക്ക്? നീ ആരായ എനിക്കെന്താ? മോനെ, നീ എത്തിയായിരുന്നോ? എത്തി മുത്തശ്ശി. ശരത്തേട്ടൻ എന്തോ തിരക്കിലായിരുന്നു. അമ്മ ആശുപത്രിയിൽ കിടക്കുകയല്ലേ. മനസ്സമാധാനം ഇല്ലാതെ ഓടി നടക്കുക പാവം ശരത്തേട്ടൻ. അല്ലേ ശരത്തേട്ടാ? മുത്തശ്ശി, ഞാനൊരു ബൈസ്റ്റാൻഡറെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയതാ. അമ്മയെ നോക്കാനായിട്ട് ഒരു മകന് ചില പരിമിതികളുണ്ടല്ലോ. ഒരു സ്ത്രീ ഹോം നേഴ്സിനെ കിട്ടിയ അത് നല്ലതാന്ന് വിചാരിച്ചു. എന്നിട്ട് കിട്ടിയോ ശരത്തേട്ടാ? കിട്ടി. ഇവിടെ എല്ലാരും പേടിച്ചിരിക്കായിരുന്നു. ആ മനോഹരനും ഇല്ല, നീയും ഇല്ല. അതിനെന്തിനാ പേടിക്കുന്നത്? ഇവരുടെയൊക്കെ ഓരോ ഭ്രാന്ത്. അത് കളമോനെ, അതൊന്നും പൊതുസഭയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ പെട്രോൾ തീർന്നിട്ട് കാറ് വഴി കിടക്കുക. ദേവിക പോയിട്ടുണ്ട്. എന്താവോ എന്തോ. ആ കാറ് ശരിയല്ലെന്ന് പറഞ്ഞപ്പോ ആരെങ്കിലും വിശ്വസിച്ചോ? ഇപ്പൊ എങ്ങനെയുണ്ട്? പെട്രോൾ തീർന്ന ഏത് വണ്ടിയും വഴി കിടക്കും. അതിനാ പാവം വണ്ടിയെ കുറ്റം പറയുന്നത് എന്തിനാ? പെട്രോൾ തീർന്നാവുന്ന എനക്കെങ്ങനെ അറിയാം? വേറെന്തെങ്കിലും സംഭവിച്ചതാണെന്ന് ചേട്ടൻ എങ്ങനെ അറിയാം? ചേട്ടന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ കയറി തലയിടാൻ നിൽക്കണ്ട. ആ വണ്ടി നിന്നു പോയെങ്കിലേ അതിനൊരു കാരണം ഉണ്ടായിരിക്കും. അതൊരു സാധാരണ വണ്ടിയല്ലെന്ന് അറിയാലോ. അപ്പം മിണ്ടാതൊരു ഭാഗത്തിരിക്കുന്നതാ ചേട്ടന് നല്ലത്. കേട്ടോടാ? അയ്യോടാ മോനെ, കേടാന്നല്ലേ അവള് നിന്നെ വിളിച്ചിട്ട് പോയത്? ഇതൊന്നും വക വെച്ച് കൊടുക്കരുതടാ മോനെ. എല്ലാം ദേവിയെ ജയിക്കുന്ന മുത്തശ്ശി. സാരമില്ല, ഒരു സമയം വരും ചെയ്തൊക്കെ തെറ്റായി പോയിന്ന് അന്ന് അവർക്ക് തോന്നും. അതിനുള്ള പണിയൊക്കെ എനിക്കറിയാം. എന്തു പറ്റിയതായിരുന്നു? ഡോക്ടർ, കുറച്ച് ദിവസമായിട്ട് ചേച്ചി കാണാനില്ലായിരുന്നു. ഓ, മിസ്സിംഗ് കേസിലെ ആളാണോ? അതെ. ഞങ്ങള് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ റോഡില് കാറിന്റെ മുന്നിലേക്ക് വന്ന് ചാടിയതായിരുന്നു. അപ്പൊ തന്നെ കുഴഞ്ഞു വീണു. എന്തായാലും വെയിറ്റ് ചെയ്യേ, പരിശോധിച്ചാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. ശരി. അങ്ങനെ പറഞ്ഞത് നന്നായി മോളെ. ഇല്ലെങ്കിൽ നിരഞ്ജൻ ഡോക്ടർക്ക് പ്രശ്നമായേനെ.
നിരഞ്ജൻ ഡോക്ടറെ രക്ഷിക്കാൻ വേണ്ടിയൊന്നും അല്ല അച്ഛാ ഞാനത് പറഞ്ഞത്. സ്വയം രക്ഷപ്പെടാനാ. പോലീസുകാരാ കക്ഷികൾ. അവർ ഈ കേസ് എങ്ങനെ തിരിക്കുന്നത് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല. അതിന് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മോളെ. തെറ്റും ശരിയൊക്കെ ആരാച്ചാ തീരുമാനിക്കുന്നത്? ആ നേരത്തെ നിരഞ്ജൻ ഡോക്ടറിന്റെ ക്ലിനിക്കിൽ നമ്മൾ എന്തിനു പോയെന്ന് ചോദിച്ചാ നമ്മൾ എന്തുത്തരം പറയും? നമ്മൾ പറയുന്നൊന്നും ആരും വിശ്വസിക്കാനും പോകുന്നില്ല. പ്രേമിച്ച് തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ താമസിപ്പിച്ചിരുന്ന നമ്മളാന്ന് വരെ അവർ പറഞ്ഞെന്നിരിക്കും. ഓ, അങ്ങനെ ഒരു അപകടം കൂടെ ഉണ്ടല്ലേ? പിന്നല്ലാതെ. എന്തായാലും ഈ വിവരം സിദ്ധുവിനെ വിളിച്ചറിയിക്കാം. സിദ്ധു വരട്ടെ. എന്നാ പിന്നെ സമയം കളയണ്ട, മോൾ എത്രയും പെട്ടെന്ന് സിദ്ധുവിനെ വിളിച്ചു പറ. ഈ വാർത്ത കേൾക്കുമ്പോൾ സിദ്ധുവിന് സന്തോഷമാവും. ഹലോ. ആ സിദ്ധു വീട്ടിലാ? ആ അതെ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. പ്രേമേച്ചിയെ കണ്ടുകിട്ടി. എവിടുന്ന്? അതൊക്കെ ഞാൻ ഇവിടെ വരുമ്പോ പറയാം. ഞാനിപ്പോ സിറ്റി ഹോസ്പിറ്റലിലാണ് ഉള്ളത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രേമേച്ചിക്ക് നല്ല ക്ഷീണമുണ്ട്. ബോധവും ഇല്ല. വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും സിദ്ധു ഒന്ന് ഇങ്ങോട്ട് വന്നോ? ആ ഞാൻ എത്തി. മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രേമിച്ച് ഞാൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞപ്പോ ഇവിടെ ചിലരത് വിശ്വസിച്ചിരുന്നില്ലല്ലോ. എന്നാ കേട്ടോ, നമ്മുടെ പ്രേമിച്ചയെ തിരിച്ചു കിട്ടി. ദേവിക പ്രേമിച്ചയെ കണ്ടുപിടിച്ചു. എന്റെ ഈശ്വര, എന്റെ പ്രാർത്ഥന നീ കേട്ടു. എവിടുന്നാ കുഞ്ഞോളിയാ പ്രേമയെ കിട്ടിയത്? അത് പിന്നെ അതൊന്നും എന്നോട് പറഞ്ഞില്ല. ഇപ്പോ ആശുപത്രിയിലുണ്ട്. എന്തു പറ്റി അവക്ക്? ബോധമില്ലായിരുന്നു കിട്ടുമ്പോ. പേടിക്കാനൊന്നുമില്ല. തിരിച്ചു കിട്ടിയില്ലേ? അതെ, അതാണ് പ്രധാനം. നിനക്ക് മാത്രം എന്താ സന്തോഷമില്ലാത്തത്? സന്തോഷമില്ലെന്നു മാത്രമല്ല, നീ ഭയങ്കര ടെൻഷനിലുമാണല്ലോ. എന്താ കാര്യം? ടെൻഷനിലോ? ഞാനോ? എനിക്കൊരു ടെൻഷനുമില്ല. അതെ, നീ നുണ പറയണ്ട. നിന്റെ മുഖം കണ്ടാൽ അറിയാം നിനക്ക് ടെൻഷൻ ഉണ്ടെന്ന്. ഉണ്ടെങ്കിൽ ഉണ്ട്. സത്യം പറഞ്ഞാലും വിശ്വസിക്കില്ലെന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാ? എടി, എനിക്ക് പല സംശയങ്ങളുണ്ട്. അതിനൊക്കെയുള്ള ഉത്തരങ്ങളുമായിട്ടാണ് പ്രേമിച്ച് വന്നിരിക്കുന്നത്.